ശ്രീ മോഹൻ വർഗീസ്, കെജ്രിവാൾ ഒരു പോരാളിയാണ്, അദ്ദേഹം ഫൈറ്റ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഡൽഹിക്ക് അപ്പുറത്ത് പഞ്ചാബിൽ രാഷ്ട്രീയ അധികാരം ആം ആദ്മി പാർട്ടിക്ക് ഉണ്ട് താനും. ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിയോടുള്ള ഒരു ഹെഡ് ഓൺ നേരിട്ടുള്ള ഫൈറ്റിന് ദേശീയ തലത്തിലെ നേതാവാകുമോ അതോ ഡൽഹിയിലെ നേതാവാകുമോ? ഇവിടെ ശ്രീ അഭിലാഷ്, ഫൈറ്റർ എന്ന നിലയിൽ ശ്രീ അരവിന്ദ് കെജ്രിവാളിന് ഒരു ട്രാക്ക് റെക്കോർഡുണ്ട്. പക്ഷേ ആ ഫൈറ്റിൽ ആദ്യമായിട്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിന് അടിപതറുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനു മുമ്പ് വാരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഏറ്റുമുട്ടി പരാജയപ്പെട്ടു. പക്ഷെ അതൊരു ഓണറബിൾ പരാജയമായിരുന്നു. പക്ഷേ ഇത് 3700-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ ഒരു ടാക്ടീഷ്യൻ എന്ന നിലയിലുള്ള കേജ്രിവാളിൻ്റെ പരാജയമാണ്. ഇപ്പം കേജ്രിവാളിൻ്റെ കണക്കുകൂട്ടൽ ഭരണവിരുദ്ധ വികാരം എന്നത് അല്ലെങ്കിൽ അഴിമതി വിരുദ്ധ വികാരം എന്നത് ഉണ്ടെങ്കിൽ, ഡൽഹിയിൽ ഉണ്ടെങ്കിൽ അത് രണ്ടായി ചിതറിപ്പോകും. അതിൻ്റെ ചെറിയ പ്രയോജനം തനിക്കും ലഭിക്കും എന്ന നിലയിലാണ് BJPക്കും കോൺഗ്രസിനുമായി വോട്ട് ചിതറും എന്ന ഒരു നിഗമനമാണ് തെറ്റിപ്പോയത്. ഇവിടെ ആം ആദ്മി പാർട്ടിക്ക് ലഭിച്ച 43% വോട്ട്, ഭാരതീയ ജനതാ പാർട്ടിക്ക് 47-48% വോട്ട്. എന്നാൽ ആ വ്യത്യാസത്തെക്കാൾ കൂടുതൽ വോട്ടുകൾ 7-7.5% വോട്ട് ഓവറോൾ കോൺഗ്രസ് പാർട്ടി പിടിച്ചു എന്ന് പറയുമ്പോൾ there was a tactical blunder. അപ്പോൾ ഹരിയാനയിലും ഒരുപക്ഷെ മഹാരാഷ്ട്ര, ഗുജറാത്തിലും ഗോവയിലും കോൺഗ്രസ് പാർട്ടിയുടെ പരാജയത്തിന് ആഴം കൂട്ടിയ കേജ്രിവാളിൻ്റെ തീരുമാനത്തിന് കോൺഗ്രസ് പാർട്ടി പ്രതികാരം ചെയ്തിരിക്കുകയാണ് എന്ന് ചിലരും, ഊറിച്ചിരിക്കുകയാണ് എന്ന് മറ്റു ചിലരും പറയുന്നു. ആം ആദ്മി പാർട്ടിയുടെ പതനത്തിൽ രഹസ്യമായി ഗൂഢമായി ഒരു പക്ഷേ കോൺഗ്രസ് സന്തോഷിക്കുന്നുണ്ടാകും. പക്ഷേ എൻ്റെ അഭിപ്രായം മറ്റൊന്നാണ്. ഇവിടെ പരാജയത്തിൽ നിന്നും ആപ്പ് മാത്രമല്ല കോൺഗ്രസും പാഠം പഠിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയെ എന്നെങ്കിലും പരാജയപ്പെടുത്തണമെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുടെ ഏകോപനം സാധ്യമാകണം. അവിടെ ഭൂപ്പളമ തർക്കത്തിൽ ഒരാൾ വീഴുമ്പോൾ മറ്റൊരു ഇന്ത്യ മുന്നണി ഘടകകക്ഷി ഗൂഢമായി മന്നഹത്തിച്ചാൽ അവിടെ മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയുള്ള അനുഭവമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ നമ്മുടെ മുമ്പിൽ കാണുന്ന നമ്പേഴ്സ് അതൊരു സൂചനയായി എടുത്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം ഉണ്ടായിരുന്നു എങ്കിൽ 3700-ൽ ചില്ലാനം വോട്ടിന് പരാജയപ്പെടില്ലായിരുന്നു. അതുകൊണ്ട് ആപ്പിനൊരു ഒരു അഭിമാനമായിരുന്നോ അതോ ബാധ്യതയാണോ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ഈ നിമിഷം എക്കാലത്തും ആപ്പിൻ്റെ സാധ്യതകളെ മുന്നിൽ നിർത്തിയത് അരവിന്ദ് കെജ്രിവാൾ എന്ന ഒറ്റയാനായിരുന്നു. ഇനി അരവിന്ദ് കെജ്രിവാൾ യുഗം ഇവിടെ അവസാനിക്കുകയാണോ? പക്ഷേ ആപ്പ് ഉയർത്തുന്ന ഒരു ഐഡിയോളജി എന്ന് പറയാനാവില്ല, ഫ്രീബി പൊളിറ്റിക്സിൻ്റെയും വ്യത്യസ്തതയുള്ള രാഷ്ട്രീയത്തിൻ്റെയും അത് ഇന്ന് മുതൽ തുടരുന്നത് അരവിന്ദ് കെജ്രിവാൾ ആണോ അതോ അതിഷി മർലേന എന്ന വ്യക്തി? അദ്ദേഹമായിരിക്കും ഒരുപക്ഷെ അതിഷി ആയിരിക്കണം ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവായി വരേണ്ടത്. സാഹിബ് സിംഗ് വർമ്മയുടെ മകൻ BJPക്ക് വേണ്ടി ഒരുപക്ഷെ മുഖ്യമന്ത്രി ഒരു പരാജയം വന്നാൽ വെച്ചൊഴിഞ്ഞു പോകുന്ന ഒരാളാണോ അരവിന്ദ് കെജ്രിവാൾ? അതിഷി മർലേന നയിക്കട്ടെ ഇനി എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ പറയുന്ന ഈ ആധ്യാത്മിക നേതാവ് എന്ന നിലയ്ക്കാണല്ലോ ആം ആദ്മി പാർട്ടിയുടെ നിലനിൽക്കുന്നത്. നമുക്കറിയാം, അതിഷി വന്നപ്പോൾ പോലും സ്വന്തം സീറ്റിന് തൊട്ടപ്പുറത്തൊരു സീറ്റ് ഇട്ട് നിന്നാണ് മുഖ്യമന്ത്രി പദം അലങ്കരിക്കുകയൊക്കെ ചെയ്തത്. അപ്പൊ അവിടെ നിന്ന് വെച്ചൊഴിഞ്ഞു പോകുമോ ഇനി എല്ലാം അതിഷി എന്ന് പറഞ്ഞുകൊണ്ട്? അതിഷി പ്രതിപക്ഷ നേതാവാകും, അരവിന്ദ് കെജ്രിവാൾ ദേശീയ കൺവീനറായി തുടരും. ഇവിടെ നോക്കേണ്ടത്, ഇവിടെ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രഭാവം ഉണ്ടായില്ല എന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ടാണല്ലോ അരവിന്ദ് കെജ്രിവാൾ വ്യക്തിപരമായി ന്യൂഡൽഹി മണ്ഡലത്തിൽ പരാജയപ്പെട്ടത്. ആ ന്യൂഡൽഹി മണ്ഡലത്തിലേക്ക് തന്നെ വരാം. അവിടെ നോക്കൂ, ഷീലാ ദീക്ഷിതിനെ പരാജയപ്പെടുത്തിയ കെജ്രിവാൾ. അപ്പൊ ഷീലാ ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിത് അദ്ദേഹത്തിന് ലഭിച്ച ഏതാണ്ട് 4000-ലധികം വോട്ടുകൾ, അതിനേക്കാൾ ഒരു ചെറിയ മാർജിനാണ് അരവിന്ദ് കെജ്രിവാൾ തോറ്റിരിക്കുന്നത്. അതിനർത്ഥം കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ സന്ദീപ് ദീക്ഷിത് പിടിച്ച വോട്ടുകൾ അരവിന്ദ് കെജ്രിവാളിന്റെ പരാജയത്തിന് കാരണമായി. അതുകൊണ്ട് അഹങ്കാരത്തിന് ഏറ്റ അല്ലെങ്കിൽ BJPയെ ഒറ്റയ്ക്ക് പരാജയപ്പെടുത്തി കളയാം എന്ന അരവിന്ദ് കെജ്രിവാളിന്റെ അഹങ്കാരത്തിനും തന്ത്രങ്ങൾക്കും ഏറ്റ ഒരു പരാജയമാണ്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ മുന്നിൽ നിന്ന് നയിച്ചാൽ മുൻകാലത്ത് ലഭിച്ച ഒരു സ്വീകാര്യത ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കണമെന്നില്ല. താരതമ്യേന കറകളഞ്ഞ വ്യക്തിത്വമുള്ള അതിഷി മർലേനെ താൽക്കാലികമായിട്ടെങ്കിലും ഡൽഹിയുടെ ഒരു ചുമതല ഏൽപ്പിക്കുകയും ദേശീയ രാഷ്ട്രീയത്തിലെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും എവിടെയാണ് തങ്ങൾക്ക് നഷ്ടമുണ്ടായത് എന്ന് തിരിച്ചറിയുകയും കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഇന്ത്യ 4254 വോട്ടുകളാണ് 12 റൗണ്ട് കഴിഞ്ഞപ്പോൾ സന്ദീപ് ദീക്ഷിത് അവിടെ പിടിച്ചിട്ടുള്ളത്. 4500-ഓളം വോട്ട് പിടിച്ചു എന്ന് നമുക്ക് പറയാം.